പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് തപസ്സുകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് തിരുസഭ നമുക്ക് ധ്യാനിക്കാനായിട്ട് നൽകിയിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിൻ്റെ രൂപാന്തരണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഒരുപാട് തവണ നമ്മൾ വായിച്ച് ധ്യാനിച്ച ഒരു സുവിശേഷ ഭാഗമാണിത്. ഇവിടെ പ്രത്യേകമാം വിധം ഈശോയുടെ രൂപാന്തരീകരണം നടക്കുന്ന സമയത്ത് പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവെ, നമ്മളിവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, മറ്റൊന്ന് ഏലിയാക്ക്. പത്രോസ് ഇത് പറയുമ്പോൾ മേഘത്തിൽ നിന്ന് വലിയൊരു സ്വരമുണ്ടാവുകയും ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന വലിയൊരു സ്വരം കേൾക്കുകയും അവർ വിഭ്രാന്തരാവുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രധാനമായും ഈ ഒരു കൂടാരം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചാണ്. ബൈബിളിൽ വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരമാണ്: സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ മനോഹരമായൊരു കൂടാരത്തെക്കുറിച്ച് വെളിപാട് പുസ്തകം നമുക്ക് നൽകുക. അത് മറ്റാരുമല്ല, ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന കൂടാരം അത് ദൈവത്തിൻ്റെ വലിയ സ്വപ്നമാണ്. വീണ്ടും ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നമ്മൾ എപ്പോഴാണ് ദൈവത്തിൻ്റെ ജനവും ദൈവം നമ്മുടേതുമായിട്ട് മാറുക? അത് ക്രിസ്തുവാകുന്ന കൂടാരം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. അപ്പോൾ പഴയ നിയമ പുസ്തകത്തിലും പുതിയ നിയമ പുസ്തകത്തിലും ഒരുപോലെ യേശുവാകുന്ന കൂടാരത്തെക്കുറിച്ച് നമുക്ക് വായിച്ച് ധ്യാനിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഈ നോമ്പുകാലത്ത് ധ്യാനിക്കേണ്ടത് യേശുവാകുന്ന കൂടാരത്തെക്കുറിച്ചാണ്. നമ്മളെപ്പോഴും യേശുവാകുന്ന കൂടാരത്തിലായിരിക്കാനായി നമ്മൾ ആഗ്രഹിക്കണം. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ യേശുവാകുന്ന കൂടാരത്തെ അല്ലെങ്കിൽ യേശുവിനെ ധ്യാനിച്ച് യേശുവിൻ്റെ ഇഷ്ടം എന്താണോ അത് മാത്രം നടപ്പിൽ വരുത്തുക. ഇത് മടപ്ലാതിരത്ത് സെൻറ് ജോർജ് ദേവാലയമാണ്. ഇവിടെ ഒരു ദൈവദാസന്റെ കബറിടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവദാസൻ തിയോഫിലസ് മാണ്ടുപള്ളി അച്ഛൻ്റെ ജീവിതത്തിലും അതുപോലെ തന്നെ മറ്റ് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ഇഷ്ടത്തെക്കാൾ അധികമായി ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടാരം തേടിപ്പോയവരാണ്. തങ്ങളുടേതായ കൂടാരങ്ങളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ട് യേശുവാകുന്ന കൂടാരത്തിലേക്ക് യാത്ര ചെയ്ത്. ഇപ്പോൾ യേശു ജനിച്ച സമയത്ത് 3 രാജാക്കന്മാർ അവരുടെ കൂടാരത്തിൽ നിന്ന് യേശുവാകുന്ന കൂടാരത്തിലേക്ക് യാത്ര ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവരെ പൂജരാജാക്കന്മാരെന്നാണ് സഭ വിശേഷിപ്പിക്കുക. അപ്പം നമ്മൾ നമ്മുടെ കൂടാരത്തിൽ നിന്ന് യാത്ര ചെയ്യുക, ദൈവമാകുന്ന യേശുവാകുന്ന കൂടാരത്തിലേക്ക് യാത്ര ചെയ്യുക. സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവ്, ഒരു കാര്യം മാത്രം ഞാൻ അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് തേടുന്നു, എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്റെ ആലയത്തിൽ വസിക്കാൻ എന്നെ ഇടയാക്കണമേ, നിന്റെ കൂടാരത്തിൽ വസിക്കാൻ എന്നെ ഇടയാക്കണമേ. സങ്കീർത്തൻ്റെ വലിയൊരു ആഗ്രഹം, ഒരേ ഒരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്: ജീവിതകാലം മുഴുവനും ദൈവത്തിൻ്റെ ആലയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടാരത്തിലായിരിക്കുക. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു നോമ്പുകാലത്ത് നമുക്ക് നമ്മുടേതായ കൂടാരങ്ങളൊക്കെ പൊളിച്ചു മാറ്റാം. ഇന്ന് കുടുംബത്തിൽ അപ്പനൊരു കൂടാരം, അമ്മയോട് ഒരു കൂടാരം, മക്കൾ അവരുടേതായ കൂടാരത്തിൽ, മരുമക്കൾ അവരുടേതായ, എല്ലാവർക്കും അവരുടേതായ കൂടാരങ്ങളാണ്. ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ അത് പൊളിക്കാനോ അതിൽ നിന്ന് പുറത്തു വരാനോ മറ്റൊരു സങ്കടങ്ങളിലേക്ക് വേദനകളിലേക്ക് കടക്കാനോ നമ്മൾ ആരും തന്നെ ആഗ്രഹിക്കും. നമ്മൾ ഓരോ കൂടാരങ്ങൾ, ഈ ഒരു കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് തങ്ങളിലേക്ക് തന്നെ അല്ലെങ്കിൽ തങ്ങളുടെ കാര്യത്തിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുക. ഓരോ കൂടാരങ്ങൾ നിർമ്മിച്ച് അതിൽ സുരക്ഷിതമാകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. സഭ ഇന്ന് ക്രിസ്തുവിൻ്റെ പേരിൽ പല കൂടാരങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ക്രിസ്തു ആഗ്രഹിക്കാത്തൊരു വലിയ കാര്യമാണത്. നമ്മളെല്ലാവരും ഒരു ക്രിസ്തുവാകുന്ന കൂടാരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പല സഭകൾ അവരുടേതായ കൂടാരങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുക. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മിൽ
രൂപാന്തരീകരണം സംഭവിക്കുന്നത് നമ്മൾ നമ്മുടേതായ കൂടാരങ്ങൾ പൊളിച്ചു മാറ്റിക്കൊണ്ട് ക്രിസ്തുവാകുന്ന കൂടാരത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ്. പൂജാരാജാക്കന്മാരെ പോലെ, വിശുദ്ധരെ പോലെ, ദേവദാസൻ പാണ്ടിപ്പള്ളി അച്ഛൻ്റെ പോലെയൊക്കെ നമുക്ക് നമ്മുടേതായ കൂടാരങ്ങൾ പൊളിക്കാനും യേശുവാകുന്ന കൂടാരത്തിലേക്ക് യാത്ര ചെയ്യാനും അങ്ങനെ വലിയൊരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.